Hello guys, welcome back to our YouTube channel Fun Family 3 Doors. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഈ കോലൊക്കെ പിടിച്ചോണ്ട് എന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പൊ ഗൈസ് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ചലഞ്ചിന്റെ പേരാണ് ഈറ്റിംഗ് വിത്ത് ചോപ്സ്റ്റിക് ചലഞ്ച്. അപ്പൊ ഗൈസ് ഈ ഗെയിം എങ്ങനെ കളിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചോപ്സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കണം. ഇങ്ങനെയല്ല ബാലു, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചോപ്സ്റ്റിക് എങ്ങനെ പിടിക്കുന്നത്, അതുപോലെ ഒറ്റ കൈ യൂസ് ചെയ്തിട്ട് ഏത് ഫുഡ് ഐറ്റം ആണോ വരുന്നത് അതെടുത്ത് ഇങ്ങനെ കഴിക്കണം. അത് എന്ത് വേണമെങ്കിലും ആകാം. ഇപ്പൊ ചിലപ്പോ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അല്ല അങ്ങനത്തെ എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അത് നമ്മൾ പോകുന്നതും ആവാം. ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ ഗെയിമിന് വേണ്ടി നമ്മളിവിടെ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ടൈമറിനുള്ളിൽ നമ്മൾ ഈ ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ആ ഫുഡ് കഴിക്കണം. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ആരാണോ ആദ്യം കഴിച്ചിരുന്നത് അവരായിരിക്കും ഗെയിമിന്റെ. ഇനി ആരാണോ ഫെയിൽ ആകുന്നവർക്ക് പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റ് വേറെ ഒന്നും അല്ല, നല്ല പുളിയുള്ള നാരങ്ങയാണ് ഗൈസ്. അപ്പൊ ഇത് നമ്മള് കഴിക്കേണ്ടി വരും. അതെ, അപ്പൊ മാക്സിമം ആ ടൈമറിനുള്ളിൽ ആരാണോ ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക അവരായിരിക്കും പണിഷ്മെന്റിൽ നിന്ന് ആര് രക്ഷപ്പെടും അവരൊക്കെ ഭാഗ്യവാന്മാർ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ഫുഡ് എത്തിയിട്ടുണ്ട്. മാഗിയാണ് ഞങ്ങൾ ആദ്യം കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ടൈമർ ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മള് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ രണ്ട് സെയിമാ, ഞാനാ കൂടുതലുള്ള. ഞാൻ എന്താ മിച്ചം. ഞാന് നന്നായി പരിശ്രമിച്ചു, പക്ഷെ ഞങ്ങൾ തമ്മില് ആരുടെയാ കൂടുതലൊന്ന് പണിഷ്മെന്റ് എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഈ നാരങ്ങ കഴിക്കണം. അപ്പൊ നമുക്ക് നാരങ്ങ കൊടുക്കണം. ഇവർ രണ്ടുപേരും സെയിം ആണ്. അതെ, ഞങ്ങള് രണ്ടുപേരും എങ്ങനെ രക്ഷപ്പെട്ടു. നമുക്ക് നല്ല നല്ല പുളിയുള്ള നാരങ്ങ കൊടുത്തേക്കാം. അയ്യോ പച്ച വേണ്ട, പഴുത്തത് ഇത് മതി. അയ്യോ ഞാൻ കഴിക്കണം. കിട്ടും. എക്സ്പ്രഷൻ അത് കഴിക്കാവോ? വിത്തൗട്ട് എക്സ്പ്രഷൻ കഴിക്കണേ. മൊത്തം എക്സ്പ്രഷൻ എക്സ്പ്രഷൻ ഇടല്ലോ സാറേ. ഇപ്പൊ തൊട്ട് എക്സ്പ്രഷന് കറിയുണ്ട്. പോട്ടെ, പ്രാർത്ഥിക്കുവല്ലോ. പ്രാർത്ഥിക്കുക. ഓക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ റൗണ്ടിലെ പണിഷ്മെന്റ് കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത റൗണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് 3 മാഡ് ആംഗിൾസ് എടുത്തിട്ടുണ്ട്. കാരണം ഇത് ഈക്വൽ എമൗണ്ട് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മാഡ് ആംഗിൾസ് പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് നമുക്ക് നേരെ ചലഞ്ചിലേക്ക് കടക്കാം. നമ്മള് ഇത് പ്ലേറ്റിലാക്കിയിട്ടുണ്ട്.
ഇത്രയും ഉണ്ട് guys. ഇത്രയും ഉണ്ട്. എന്തൊരു കളത്തിന് ഇവിടെ കാണിച്ചോ? ഇല്ല കാണിച്ചില്ല. കാണിക്കാൻ പോയതാ. ഒരെണ്ണം ഇങ്ങനെ ഒന്ന് വെക്കാൻ പോയതാണ്. നാരങ്ങ നാരങ്ങ കഴിക്കും. എന്റെ പ്ലേറ്റിൽ ഇത്ര ഉണ്ട് ഗൈസ്. എനിക്കാണ് കുറവ്. ദാ. ദാ. അതൂടെ കാണിക്കും. കണ്ടു. അപ്പൊ നിങ്ങൾ രണ്ടുപേരുമാണ് കഴിക്കേണ്ടത്. എനിക്ക് കുറവാണ്. എന്തോ നമ്മള് രണ്ടിലും എനിക്കാ കൂടുതല്. അപ്പൊ ചേച്ചി കഴിച്ചു. അപ്പൊ ഗൈസ് ഞാൻ ഓർത്തിട്ട് എനിക്ക് പൊളിക്കണം. ഞാൻ ഫൈൻ വെച്ചിരുന്നു. വേണ്ട, ഞാൻ എടുത്തോളം ചേർത്ത് ഇല്ല അങ്ങനൊന്നും ഇല്ല. തരും. എനിക്ക് പച്ചയാണോ തന്നെ? പച്ച ബാക്കി. അയ്യോ അതിന്റെ ബാക്കിയാ? അതെ എന്റെ ബാക്കിയാ. വാ വിളിച്ചേ. വായിൽ തരുന്നു. വാ വിളിച്ചു. എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കണത്. പുളിയുണ്ടോ? ഇല്ല. എരിവാടോ? നല്ല രസമുണ്ട്. അപ്പൊ അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് പപ്സാണ്. അപ്പം ഇവിടെ ഒരാൾക്ക് മാത്രമാണ് ഇപ്പൊ പണിഷ്മെന്റ് കിട്ടാതിരിക്കുന്നത്. രണ്ടുപേർക്ക് പണിഷ്മെന്റ് കിട്ടി. അപ്പൊ ഈ പ്രാവശ്യം കിട്ടട്ടെ. ഈ പ്രാവശ്യം അവർക്ക് പണിഷ്മെന്റ് കിട്ടട്ടെ നമുക്ക് ആശംസിക്കാം. ആശംസിന്റെ കാര്യമില്ല, നമ്മൾ എല്ലാം കഴിക്കണം. ഓക്കെയാണോ? റെഡിയാണോ? റെഡി. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ നാരങ്ങ എന്തിനാ എനിക്ക് വെച്ചിരിക്കുന്നത്? നിനക്കൊള്ളാതെ. കുത്തു സഹിക്കാൻ പറഞ്ഞിട്ട് അത് ചാടിപ്പോയത്. എനിക്ക് തീർന്നു. അയ്യോ ശ്വാസം മുട്ടത്. ഞാനാണിത് ഫസ്റ്റ് തീർത്തിരിക്കുന്നത്. എന്തോ നാരങ്ങ എന്റെ കൂടെ കേറി ഗൈസ്. ഇനി അതെന്റെ വിട്ട് പോകുന്നു. എന്റെ പകുതി കോൺസെൻട്രേഷൻ കഴിച്ചത്. ഞാനാ ഫസ്റ്റ് ഫുള്ള് കഴിച്ചത്. അവൾ ഇതിലൊരു PhD എടുത്തിട്ട് വന്നിരിക്കുവാ. അതെ അതെ. പ്രത്യേകിച്ച് മൊത്തം പപ്സായി. എങ്ങനെയാ ഫസ്റ്റ് തീർത്തത് ചോദിക്ക്. ഐ മീൻ സെക്കൻഡ് തീർത്തതെന്ന്. കുത്തിയിട്ട് കഴിക്കുന്നത് ഫോർക്കാ കുത്തിട്ട് കഴിക്കാൻ. ചോസ്റ്റിക്കും കൊണ്ട് നമ്മൾ കഴിച്ചാൽ മതി. ഇത് എങ്ങനെയായാലും കുഴപ്പമില്ല. അങ്ങനെയല്ല, ചോപ്സ്റ്റിക്ക് പിടിക്കേണ്ട പോലെ പിടിക്കണം. കേറണ്ടേ? അപ്പൊ ഗൈസ് ഞാൻ പിന്നെയും തോറ്റിരിക്കും. പണിഷ്മെന്റ് കൊടുക്കാം. ഈ ചോപ്സ്റ്റിക്കിൽ ഒന്നും കിട്ടത്തില്ല ഗൈസ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അന്നെങ്കിതാ ഇവരുടെ രണ്ടുപേരുടെ ഇത്രയും ഇതൊരു വെറൈറ്റി ചോപ്പ്. എന്റെ വെറൈറ്റിയാണ് ഇത്. എന്റെ കണ്ണിക്കുട്ടല്ലേ ഇത് പറയട്ടെ. ഇത് എല്ലാം വെറൈറ്റി ചോപ്സ്റ്റിക്കാ. അതെ, അതിന്റെയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാം. അയ്യോ വേണ്ട, കൊണ്ടുപോകും. നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. അയ്യോ പണിഷ്മെന്റ് വേണ്ടേ? അയ്യോ വിഷയം മാറ്റി. ഒരാളോട് ഒരാളിവിടെ ഓക്കെ നമുക്ക് നാരങ്ങ കൊടുക്കാം. എനിക്കിനി കഴിക്കാൻ ഭയ കാര്യം പല്ല്. നമുക്ക് നാരങ്ങ കൊടുക്കാം. പൈസ കൊടുക്കാം. അത് പഴുത്തതാ. ഇത് കൂടുതൽ പഴുത്തത് എനിക്ക് കൊടുത്തിരാൻ പറ്റും. നമുക്ക് നാരങ്ങ കൊടുക്കാം. കഴിക്കട്ടെ. ആ എന്തൊരു സ്നേഹമാ. കഴിച്ചു. കണ്ടിട്ട് എനിക്ക് തന്നെ ഇങ്ങനെ വരുന്നു. പൊളിക്കുന്നു. അത് നമ്മള് കഴിച്ചില്ലല്ലോ. അത് എനിക്ക് ഒന്ന് നിങ്ങൾ മിക്കവാറും പ്രാഗി എനിക്കിപ്പോ അടുത്തത് കിട്ടുമെന്ന്.
നല്ല രസമില്ലേ? നല്ല ടേസ്റ്റ് ഇല്ലേ? ഇപ്പൊ ഇവിടെ ലെമൺ ജ്യൂസ് കുടിച്ചിരിക്കുകയാണ്. 2 അതെ, പ്രാവശ്യം ഇപ്പൊ പപ്സ് വിത്ത് ലെമൺ ജ്യൂസ്. പഞ്ചസാര ഉപ്പൂടിട്ട് കൊടുത്താൽ കറക്റ്റ് ആവും. അങ്ങനെ തരുവാണ് കുഴപ്പമില്ല. ഇച്ചിരി പഞ്ചസാര ഉപ്പൂടെ തരട്ടെ. ഇനിയും തന്നിട്ടൊന്നുമില്ല, ഇതിന്റെ കൂടെ തന്നായിരുന്നു. ഈ റൗണ്ടിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്വിസ് റോളാണ്. അപ്പം കഴിഞ്ഞ റൗണ്ട് ഞാൻ പുളിയൊക്കെ കഴിച്ച് മടുത്തപ്പോ എനിക്ക് കിട്ടിയ മധുരമാണ് ഇത്. അപ്പൊ നമുക്ക് ഇതിലാരെങ്കിലും എനിക്ക് നാരങ്ങ എന്റെ കൂടെ വരാതിരുന്നാ മതി ഇനി. കേറുന്നില്ല. ഇതിങ്ങനെ കേറും. ഈടോ ഭയങ്കര. ഇത് മിക്കവാറും എനിക്കുള്ളതാ. അയ്യോ, ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് വേണ്ട. ഞാൻ വലിയ വീരവാദം എടുത്തിട്ട് തിരിച്ചു മേടിച്ചു. അയ്യോ കർത്താവേ, പെട്ടു. ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അയ്യോ, ഇത് കഷ്ടപ്പെട്ടെടുക്കുമ്പോഴാണ് താഴെ പോകുന്നത്. പോസ്റ്റ് എന്റെ അഴിഞ്ഞു പോയി. ഇത് സർജറി ചെയ്യുവാ. ഞാനാണ് എനിക്ക് സെക്കൻഡ്. സർജറി കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് അവശിഷ്ടങ്ങൾ. ലാസ്റ്റ് ഭാഗം ഇങ്ങനെ. അപ്പൊ ഗായ്സ്, നമുക്ക് അടുത്ത സ്റ്റിക്ക് മാറിയതോടെ ലക്ക് പോയോ? അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് സ്റ്റിക്ക് മാറിയോണ്ട് ലക്ക് പോയിരിക്കും. അതെനിക്ക് ഇതിന്റെ നാട്ടങ്ങോട്ട് പിടി കിട്ടിയില്ല. ഇത്ര നേരം ഞാൻ അതല്ലായിരുന്നു. ഇതിന്റെ ഒരു സെറ്റപ്പ് പിടി വരത്തില്ല, പിടി വരത്തില്ല. അതല്ല ഇല്ലായിരുന്നു, ഇപ്പൊ വന്നതേ ഉള്ളൂ. അപ്പൊ ഗൈസ്, നമുക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക്. അത് നേരെ പണിഷ്മെന്റിലേക്ക് പോവാ. അപ്പൊ അമ്മ ഇറങ്ങി ഇങ്ങോട്ട് പോട്ടെ പോട്ടെ. ഇവിടെ 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 ഞാൻ കഴിക്കാം. വേണ്ട, ഞങ്ങള് തരാം. അടിയെടുത്ത് കൊടുക്കുന്ന ഒന്നും എടുത്ത് കൊടുക്കും. ഇതൊന്നുമില്ല നല്ലത്. ഏതാ ഇത് മോൻ പറയുന്നു കൊടുക്കും. ഇത് മതി. യെസ്, ഇത് ഇച്ചിരി വലുപ്പമുള്ള എക്സ്പ്രഷൻ ഇല്ലാതെ കഴിച്ചാൽ എന്തെങ്കിലും തരുമോ? തരാം, 2 ഇടി തരാം. അതുപോലെ വേണ്ട. ഇവിടെ നാരങ്ങ ലഡുവാണ് കഴിക്കുന്നത്. ലഡുവാന്ന് തോന്നുന്നു. എക്സ്പ്രഷൻ വന്നേ. അതെ, അതെ, ചെറുതായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ റൗണ്ടിൽ വന്നിരിക്കുന്നത് മിനി ജെല്ലിയാണ് ഗൈസ്. മിനി ജെല്ലി 6 എണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ 2 എണ്ണം വെച്ച് ഓരോരുത്തർ 2 എണ്ണം വെച്ച് കഴിക്കണം. ജെല്ലി ആയതുകൊണ്ട് തന്നെ തില്ലി തില്ലി പോവാ.
ഇങ്ങനെ വിളിച്ചിട്ട് പോലും വരുന്നില്ല ഗായ്സ്. നമ്മൾ ഈ സാധനം 2 കൈ കൊണ്ട് പോലും പിടിച്ചാൽ ഇത് വരൂല. ഭയങ്കരമായിട്ട് സ്ലിപ്പായി പോകുന്നുണ്ട്. നമുക്ക് ഈ കുരി ഞാൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഞാൻ മാത്രം കാണിച്ചത് ഇങ്ങനെ കുത്തിയെടുത്ത് ഇങ്ങനെ എടുത്തു. അതിന് പറ്റുന്നില്ലല്ലോ ഗൈസ്. നോക്ക്, അത് തവളയാണെന്ന് പോലെ ചാടി പോകുന്നു. അത് കുത്താൻ പോയിട്ട് അത് തവളയാണെന്ന് പോലെ ചാടി പോകുന്നു. ഇങ്ങനാണ് ഈ വ്യക്തി അത് കഴിച്ചത്. അത്ര നിസ്സാരമായിട്ട് ഞാനത് കഴിച്ചു. അത് അപ്പൊ ഗൈസ് നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ഈ റൗണ്ട് നമ്മളെ ലാസ്റ്റ് റൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ എടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് ഷവർമ്മ. അപ്പൊ നമുക്കിത് അൺറാപ്പ് ചെയ്യും. എനിക്ക് നാരങ്ങ തിന്നാലും കുഴപ്പമില്ല, എനിക്ക് വയ്യ. തള്ളിയിടുന്നു. എനിക്ക് കഴിക്കാൻ വയ്യെന്ന് പറഞ്ഞ് ഒറ്റ തവ എല്ലാരും കഴിക്കാല്ലേ. ഞാനൊരു കടിയും കൂടെ കഴിച്ചു തീർത്താം. എനിക്ക് കഴിക്കരുത്. ഡീലാണോ? ഡീലല്ല, നിർത്തടി അവിടെ. ഞാനിനി കഴിക്കാത്തതില്ല. ടൈമർ 5 4 3 2 1. ഞാൻ പക്ഷെ അവസാന നിമിഷം വരെ ചതിച്ചു. കഴിക്കത്തില്ലെന്ന് കഴിച്ചിട്ട് ചതിച്ചു. പോട്ടെ, സാരില്ല. റൗണ്ടിലും പണിഷ്മെന്റ് വാങ്ങാൻ പോകുന്നത് ചേച്ചിയാണ് ഗായ്സ്. നമുക്ക് നാരങ്ങ ജ്യൂസ് കൊടുക്കാം. ഞാൻ തന്നെ നാരങ്ങ ജ്യൂസ് കൊടുക്കാം. ചെറുത് നോക്കി എടുക്കുക, പക്ഷെ ചെറുതില്ല ഇരുന്ന്. ഓക്കെ, നാരങ്ങ എന്റെ മൂന്നാമത്തെ നാരങ്ങ വേണ്ട. അപ്പൊ ഗൈസ് പണിഷ്മെന്റ് ഏറ്റുവാങ്ങി കരഞ്ഞോണ്ടിരിക്കുകയാണ്. പുളി കാരണം നല്ല പുളിയാണ് ഗൈസ്. ഈ അരിക്ക് നല്ല പുളിയാണ്. ഇങ്ങനെ ആയിപ്പോ. ഓക്കെ, അപ്പൊ അരിക്കൂടെ പുളിക്കുന്നു, പുളി വരും. അപ്പൊ ഗൈസ് ഇന്നത്തെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നാരങ്ങ തിന്ന എന്റെ ജീവിതം ധന്യമായി. ഇനി ബാക്കിയാണ്. ഇനി വേറെ വേറെ ചലഞ്ചസിലും നാരങ്ങ കഴിക്കാം ആശംസിക്കുന്നു ഞാൻ. വേണ്ട. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്കണങ്ങളൊന്ന് അടിച്ചു പൊട്ടിച്ചുകൊള്ളുക. അപ്പോൾ അതുവരെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.